വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനായാലും വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായാലും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചെറു ചൂട് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ചെറു ചൂട് മാത്രം ഉണ്ടായാൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈസ്റ്റ് ഗ്രാന്യൂൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് സോക്ക് ചെയ്താൽ മാത്രം മതി. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് പഴക്കം ചെന്നതാണെങ്കിൽ അത് കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടണമെന്നില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുന്നത് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പ് മൈദയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പലഹാരം മൈദയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയിലോ അല്ലാന്നുണ്ടെങ്കിൽ മൈദ ഗോതമ്പ് പൊടി പകുതി ആയിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. 1/2 കപ്പ് മൈദ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് പാകത്തിന് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു ഫ്ലേവറിനായിട്ട് ഞാനിവിടെ ഗാർലിക് പൗഡറാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ഗാർലിക് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ചതച്ചാണ് ചേർക്കുന്നതെങ്കിൽ 6 അല്ലി വെളുത്തുള്ളിയൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം നമ്മൾ ചെറു ചൂടായിട്ടുള്ള വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചൂട് ഒരുപാട് കൂടിക്കഴിഞ്ഞാലും ഈസ്റ്റ് കറക്റ്റായിട്ട് ആക്ടിവേറ്റ് ആവില്ല, അതും ശ്രദ്ധിക്കണം. ഇനി ഇത് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 1/2 കപ്പ് മൈദക്ക് 1/2 കപ്പ് വെള്ളം കറക്റ്റായിരിക്കും. പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ കൂട്ടൊന്ന് കുഴഞ്ഞു വന്നതിന് ശേഷം നമ്മൾക്കിതൊരു 5 മിനിറ്റ് നേരം കൈയെടുക്കാതെ നല്ല പോലെ തന്നെ നീഡ് ചെയ്തെടുക്കണം. ഈ ഒരു നീഡിങ് എന്തായാലും ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഇത് കറക്റ്റ് ടെക്സ്ചറിലോട്ടേക്ക് വരുന്നത്. കൂട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും അതുപോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വരാനും ഒക്കെ ഇത് സഹായിക്കും. അപ്പോൾ ഇത് ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ 5 മിനിറ്റ് നേരം നല്ല പോലെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം ഞാൻ എക്സ്ട്രാ ആയിട്ട് ഒന്നും ചേർത്തിട്ടില്ല. 1/2 കപ്പ് വെള്ളം മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതിനി ഒരു 20 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമ്മൾ സാധാരണ ഈസ്റ്റ് ചേർത്തുണ്ടാക്കുന്ന പലഹാരങ്ങൾ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കലുണ്ട്. അത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വരണം. പക്ഷേ ഇത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 20 മിനിറ്റ് നേരം മാത്രം റെസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത് പൊങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കൂട്ട് 20 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഇത് രണ്ടായിട്ടൊന്ന് ഭാഗിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് പരത്തിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. നമ്മൾ മൈദയൊന്നും ഡസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പറ്റി പിടിക്കൊന്നുമില്ല. നമുക്കിതിനി ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറച്ചല്ല പരത്തിയെടുക്കേണ്ടത്. ഒരല്പം കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എത്ര കനത്തിലാണ് പരത്തിയെടുക്കേണ്ടതെന്ന് ഞാനിത് അവസാനം കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇതൊന്ന് പരത്തിയെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ അരികുകൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇത് കട്ട് ചെയ്ത് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് അരികുകൾ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്ത് കറക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിലോട്ടേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്ട്രിപ്സ് ആയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒന്നും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പിൽ ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു സർക്കിൾ ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഒരു കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കനം കുറച്ച് പരത്തരുത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ച് കവർ ചെയ്ത് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പുറമേ ഡ്രൈ ആയിട്ട് പോകും. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ ഒരുപാട് ചൂടാവരുത്. മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ഈ ഒരു എണ്ണയിൽ ഇപ്പോൾ തുള്ളലൊന്നും വന്നിട്ടില്ല. ഈ ഒരു രീതിക്കുള്ള എണ്ണയിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടല്ല, ഇതിങ്ങനെ മെല്ലെ കുക്കായിട്ട് വരണം. അപ്പോൾ ഇതാ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ ഈ ഒരു പലഹാരം ആയി കിട്ടുന്നത്. ഇപ്പോൾ ദാ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു കളർ ആകുന്നത് വരെ ഇതുപോലെ ഇളക്കി ഇളക്കി വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കുകയാണ് വേണ്ടത്. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ലൊരു പലഹാരമാണ്. അതുപോലെ ഇത് ഫ്രൈ ആയിട്ട് കിട്ടാനായിട്ടും ഒരുപാട് സമയമൊന്നും എടുക്കില്ല. സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ അത് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ ഒരല്പം സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. ഒരാഴ്ചയോളം ഇത് കേടാകാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.